Hi guys, അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ടെൻഷനിലായിരിക്കും. പ്രാക്ടിക്കൽ ലാബ് ഒന്നും കാണാതെ ഈ +2 സ്റ്റുഡൻസ് മൊത്തം എക്സാം എഴുതാൻ പോവാണ്. ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമന്റ്സ് ആണ് ക്യാൻസൽ +2 പ്രാക്ടിക്കൽ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ്. കാരണം ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സാം എന്നൊക്കെ പറയുന്നത് ഒരു ചലഞ്ച് ആയിട്ട് എടുക്കുക. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് സ്കൂളിൽ പോയി ഇങ്ങനെ ഒരു എക്സാം എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു നല്ല രീതിയിൽ അതിനെ കണക്കാക്കുക ആൻഡ് ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ദിസ് ഈസ് എ സ്മോൾ പ്രോഗ്രാം ഓഫേർഡ് ടു യു ബൈ പ്രസിഡൻസി എൻട്രൻസ് അക്കാഡമി. പ്രസിഡൻസി എൻട്രൻസ് അക്കാഡമി ഒരുക്കുന്ന ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ ആണ് ഇപ്പൊ ഞാൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് മൈസെൽഫ് അനീഷ് and I am a zoology faculty of Presidency Entrance Academy. Here going to discuss about zoology topics. Okay, so zoology la ഏറ്റവും basic chapter ആയിട്ടുള്ള animal kingdomത്തിൽ you had learned about vertebrates as well as invertebrates. Invertebrate ഫയലും അതുപോലെ തന്നെ vertebrates നിങ്ങൾ പഠിച്ചതാണ്. Invertebrate എന്ന് പറയുമ്പോൾ അതിൽ എന്തില്ല? നോട്ടോകോഡ് ഇല്ല. നോട്ടോകോഡ് ഇല്ലാത്തവരെ നമ്മൾ ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നും, വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് ഉള്ള ആൾക്കാരെ നമ്മൾ വെർട്ടിബ്രേറ്റ്സ് എന്നും പറയും. ഓക്കെ, അതായത് വെർട്ടിബ്രേറ്റ്സ് അല്ല നമ്മൾ വിളിക്കുക, കോഡേറ്റ്സ് എന്ന് വിളിക്കും. അതിൽ ആ നോട്ടോകോഡ് വെർട്ടിബ്രൽ കോൾ ആയിട്ട് മാറിയവരെയാണ് നമ്മൾ വെർട്ടിബ്രേറ്റ്സ് വിളിക്കുക. ദാറ്റ് യു നോ. സോ ഇവിടെ നമ്മൾ ആ പറയുന്ന ഇൻവെർട്ടിബ്രേറ്റ് ആൻഡ് വെർട്ടിബ്രേറ്റ് ഫൈലത്തിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പ്രാക്ടിക്കൽ സെഷനിൽ ഉണ്ടാവുക. അതിൽ യു ഹാവ് ഹാഫ് മാർക്സ് ഫോർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഹാഫ് മാർക്സ് ഫോർ ദ ഐഡന്റിഫൈങ് ഫീച്ചർ. എന്തുകൊണ്ട് നിങ്ങൾ അത് ഇതാണ് എന്ന് പറഞ്ഞു, അതിന് നിങ്ങൾക്ക് അരമാർക്കും, അതുപോലെ തന്നെ എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന് ഹാഫ് മാർക്സും കിട്ടും. സോ ഫസ്റ്റ് യു ആർ ഗോയിങ് ടു ഹാവ് ദ സ്പെസിമെൻ ഓഫ് ഹൈഡ്ര. സ്പെസിമെൻ ആയിരിക്കില്ല, മിക്കവാറും ഫോട്ടോഗ്രാഫ് ആയിരിക്കും തരുന്നുണ്ടാവുക. സോ ഹൈഡ്ര ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ഹൈഡ്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യു ക്യാൻ സീ ഹൈഡ്ര, റൈറ്റ്? ഈ ഹൈഡ്ര എന്ന് പറയുമ്പോൾ ഹൈഡ്ര ആണ് നിങ്ങൾ എന്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തു? യു ക്യാൻ സീ വാട്ട്? ടെന്റക്കിൾസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ കുറെ ടെന്റക്കിൾസ് ഉണ്ട്, റൈറ്റ്? ഇങ്ങനെ കുറെ ടെന്റക്കിൾസ് കാണാൻ പറ്റും. ദീസ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് as ടെന്റക്കിൾസ്. ഈ ടെന്റക്കിൾസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഹൈഡ്ര എന്ന് പറഞ്ഞത്. Along with that, ഈ ടെന്റക്കിൾസിൽ യു ക്യാൻ സീ certain cells called as nidoblast cells. Nidoblast cells. Nidoblast cells. ഈ nidoblast cells ആണ് ആക്ച്വലി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രേനെ ക്യാപ്ചർ ചെയ്യാൻ, ഡിഫൻസ് മെക്കാനിസത്തിന്, അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കാൻ, ആങ്കറിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നിഡോബ്ലാസ്റ്റ് സെൽസ് ആണ്. സോ നിങ്ങൾക്ക് ഇത്രേ വേണ്ടു. ഹൈഡ്രേനെ കണ്ടു വെച്ചാൽ ആദ്യം അത് ഹൈഡ്ര എന്ന് ഐഡന്റിഫൈ ചെയ്ത. സോ യു വിൽ ബി ഗെറ്റിംഗ് ഹാഫ് മാർക്സ്. ആൻഡ് എന്തുകൊണ്ട് ഹൈഡ്ര എന്ന് പറഞ്ഞു? യു ക്യാൻ സീ ടെന്റക്കിൾസ് ഓവർ ദർ. Along with that, you can see what nidoblast cells, which is used for defense, അതുപോലെ തന്നെ എന്തായിരിക്കും capturing of prey, and finally you can have this function as എന്താണ് for attachment, anchoring, അതിനും യൂസ് ചെയ്യും. സോ ഹൈഡ്ര എന്ന് പറയുന്ന ഫസ്റ്റ് സ്പെസിമെൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്പെസിമെൻ നിങ്ങൾക്ക് ഉണ്ടാവുക ലിവർ ഫ്ലൂക്ക്. ഓക്കെ, സോ ഫസ്റ്റ് വൺ വാസ് ആക്ച്വലി എന്തായിരുന്നു? നിഡേറിയയിൽ നിന്നായിരുന്നു. ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ലിവർ ഫ്ലൂക്ക്. ലിവർ ഫ്ലൂക്കിന്റെ ആയിരിക്കും ഇനി അടുത്തത്. യു ക്യാൻ സീ ലിവർ ഫ്ലൂക്ക്, റൈറ്റ്? സോ ഈ ലിവർ ഫ്ലൂക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമെന്തസിൽ വരുന്നതാണ്, ഫ്ലാറ്റ് വേം ആണ്. സോ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്തതെന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി എ ഡോസി വെൻട്രലി. ഓക്കെ, ഡോസോ വെൻട്രലി, അതായത് തുടക്കം തൊട്ട് അവസാനം വരെ അവരുടെ ബോഡി വിൽ ബി കംപ്ലീറ്റ്ലി ഫ്ലാറ്റൻഡ് ആയിരിക്കും. സോ ഫസ്റ്റ് ഐഡന്റിഫൈങ് ഫീച്ചർ വിൽ ബി ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ആയിരിക്കും. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. ഓക്കെ, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ആണ്. ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് ആൻ എൻറ്റോ പാരസൈറ്റ്. ഓക്കെ, ഇന്റെസ്റ്റൈനിലൊക്കെ കാണുന്ന എൻറ്റോ പാരസൈറ്റ് ആണ്. സോ അവർക്ക് ആ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസിന് വേണ്ടി യു ക്യാൻ സീ ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഓൾസോ. ഓക്കെ, ഹുക്സ് ആൻഡ് സക്കേഴ്സ് ക്യാൻ ബി സീൻ ആസ് വാട്ട്? Parasitic adaptation. Okay, hooks and suckers presence. Okay, hooks and suckers present. Hooks and suckers present. So ഈ ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ബോട്ടിൽ പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ ഹുക്ക് ആൻഡ് സക്കേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ദ അപ്രോക്സിമേറ്റ് ഡയഗ്രാം ഓഫ് ലിവർ ഫ്ലൂക്ക്. ഓക്കെ, സോ ലിവർ ഫ്ലൂക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യുക, രണ്ട് ഐഡന്റിഫൈയിങ് ഫീച്ചർ എഴുതുക. ദാറ്റ്സ് ഓൾ. തേർഡ് വൺ വിൽ ബി എസ്കാരിസ്. എസ്കാരിസ് എന്ന് പറയുന്നത് ഫൈലം ആഷ് ഹെൽമെന്തസിൽ വരുന്നതാണ്. ദാറ്റ് ഇസ്
റൗണ്ട് വേംസിൽ വരുന്നതാണ്, റൗണ്ട് വേംസ്. ഓക്കെ, സോ ഇവിടെ അസ്കാരിസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫൈയിങ് ഫീച്ചർ ആണ് മസ്ക്യുലാർ ഫാരിങ്സ്. ഒരു ഇമ്പോർട്ടന്റ് ഐഡന്റിഫൈയിങ് ഫീച്ചർ ആണ് മസ്ക്യുലാർ ഫാരിങ്സ്. Along with that, you can say that females are longer than male. Females will be longer than male. Females longer than male. Females will be longer than male. Muscular എന്തായിരിക്കും? Muscular pharynx ഉണ്ട്. Along with that, you can say one more identifying feature. ഒരു identifying feature എഴുതിയാൽ മതി. ഒരെണ്ണം കൂടെ പറയുന്നു മാത്രം. Females will be longer than male. Females will be longer than male. Okay. അത്രേ ഉള്ളൂ. അസ്കാരിസ് കണ്ടല്ലോ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേം പോലെ തന്നെ ഇരിക്കും, പുഴു പോലെ തന്നെ ഇരിക്കുന്നതാണ് അസ്കാരിസ്. കംസ് അണ്ടർ റൗണ്ട് വേംസ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് വൺ. ഓക്കെ, നാലാമത്തേലോട്ട് പോവാണ്. ഫോർത്ത് വൺ ഇസ് ആക്ച്വലി ലീച്ച്. നിങ്ങൾക്ക് ഭയങ്കര പരിചയമുള്ള ആളാണ് ലീച്ച് എന്ന് പറയുന്നത്. ലീച്ച് എന്താ? അട്ട. ഓക്കെ, ലീച്ചസ് അട്ട എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ബ്ലഡ് സക്കിംഗ് ആണ്, റൈറ്റ്? ബ്ലഡ് സക്കിംഗ് ആയിട്ടുള്ള ആളാണ് ഈ അട്ട എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കംസ് അണ്ടർ അനലിഡ്സ്. അനലിഡിൽ വരുന്നതാണ്, അനലിഡയാണ്, അനലിഡ. സോ അനലിഡയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫൈയിങ് ഫീച്ചർ എന്താ? മെറ്റാമെരിസം. ദാറ്റ് ഇസ് സെഗ്മെന്റഡ് ബോഡി ആയിരിക്കും, സെഗ്മെന്റഡ് ബോഡി ആയിരിക്കും. മെറ്റാമെരിസം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡന്റിഫൈയിങ് ഫീച്ചർ. മെറ്റാമെരിസം ഓർ സെഗ്മെന്റഡ് ബോഡി. ഓക്കെ, അലോങ് വിത്ത് ദാറ്റ് ലീച്ച് ബ്ലഡ് സക്കിംഗ് ആണ്. ബ്ലഡ് സക്കിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു ആന്റി കോയാഗുലന്റ് കൂടെ ഉണ്ടാവും, ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ദേ വിൽ ബി സെക്രീറ്റിംഗ് ആൻ ആന്റി കോയാഗുലന്റ്, ആൻഡ് ദാറ്റ് ആന്റി കോയാഗുലന്റിന്റെ പേരാണ് എന്ത്? ഹിറുഡിൻ. HIRUDIN. ഹിറുഡിൻ. An anticoagulant is present. Anticoagulant എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഒരു സബ്സ്റ്റൻസ്. ഇപ്പൊ തൽക്കാലം അത്ര അറിഞ്ഞിരുന്നാൽ മതി. An anticoagulant is present in their saliva. Okay, അവരുടെ സലൈവയിൽ എന്തുണ്ട്? ഒരു anticoagulant ഉണ്ട്. Okay, which helps in the blood not to clot. ക്ലോട്ട് ആവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ലീച്ച് എന്താണെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അട്ടേനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ഏത് പിക്ചർ വെച്ചാലും കണ്ടാൽ മനസ്സിലാവും. അലോങ് വിത്ത് ദാറ്റ് രണ്ട് ഐഡന്റിഫൈയിങ് ഫീച്ചർ ചെയ്ത മെറ്റാമെരിസം ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഹിറുഡിൻ എന്ന് പറയുന്ന ഒരു ആന്റി കോയാഗുലന്റ് അവർക്ക് ഉണ്ട് എന്നും കൂടെ എഴുതി വെക്കുക. ദാറ്റ്സ് ഓൾ. അഞ്ചാമത്തത് ആരാ നിങ്ങൾക്ക് വരുന്നത്? എർത്ത്വോം. എർത്ത്വോം എന്ന് പറയുന്നതും യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ ആൻ അനലിഡയിൽ വരുന്ന ഒരാളാണ് എർത്ത്വോം. എർത്ത്വോം നിങ്ങൾ ഏതിലും പഠിക്കുന്നുണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ആളാണ്. എർത്ത്വോം അനലിഡയിൽ വരുന്ന കാരണം എർത്ത്വോമിനും നിങ്ങൾക്ക് എന്ത് എഴുതാം? മെറ്റാമെരിസം എന്ന് എഴുതാം. ഓക്കെ, മെറ്റാമെരിസം ഓർ സെഗ്മെന്റഡ് ബോഡിയാണ്, സെഗ്മെന്റഡ് ബോഡിയാണ്. അവരുടെ ബോഡിയിലും ഒരുപാട് സെഗ്മെന്റ്സ് കാണാൻ പറ്റും. ഓക്കെ, അവർക്ക് ഒരു പെരിസ്റ്റോമിയം ഉണ്ട്, ഒരു പ്രോസ്റ്റോമിയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് അവരുടെ മൗത്ത് പാർട്സ് ആണ്. ഓക്കെ, പിന്നെ എർത്ത്വോമിൽ പറയാവുന്ന വേറൊരു കാര്യമാണ് എന്ത്? എസ് ഷേപ്ഡ് ആയിട്ടുള്ള സീറ്റേ ആർ പ്രസന്റ്. എസ് ഷേപ്ഡ് സീറ്റേ പ്രസന്റ്. എസ് ഷേപ്ഡ് സീറ്റേ പ്രസന്റ്. ഇത്ര കാര്യങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, എസ് ഷേപ്ഡ് സീറ്റേ പ്രസന്റ്. ഹെർമാഫ്രോഡൈറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം. ഹെർമാഫ്രോഡൈറ്റ് മീൻസ് വാട്ട്? ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സസ് ആർ പ്രസന്റ് ഇൻ ദ സെയിം ഓർഗാനിസം. അങ്ങനെയുള്ളവരെ നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് എന്ന് വിളിക്കും, ഹെർമാഫ്രോഡൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്, അതായത് സ്കിൻ വഴിയാണ് അവർ റെസ്പയർ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഐഡന്റിഫൈയിങ് ഫീച്ചേഴ്സ് ഒക്കെ എഴുതി വെച്ചാൽ മതി. അത് എന്താണോ ഓർഗാനിസം എഴുതുക, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തെങ്കിലും എഴുതി വെക്കാം. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഐഡന്റിഫൈയിങ് ഫീച്ചർ തന്നെ വേണമെന്നില്ല, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് അറിയാച്ചാൽ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എഴുതാം. അല്ലെങ്കിൽ അതിന്റെ അഡാപ്റ്റേഷൻ അറിയാച്ചാൽ അഡാപ്റ്റേഷൻ എഴുതാം. ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അത് എഴുതാം. സിമ്പിൾ ആണ്. ഒരു 2 പോയിന്റ് അങ്ങ് എഴുതി വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കണം എന്ന് മാത്രം. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ എർത്ത്വോം. എർത്ത്വോം കഴിഞ്ഞു. ഇനി 6th one is what? Silkworm. Silkworm, you know that silkworm comes under arthropoda. Arthropoda la varune. Arthros means what? Jointed. Poda means legs. Jointed legs ulla organisms aanu. So ആദ്യം തന്നെ silkwormil നിങ്ങൾക്ക് jointed legs എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഐഡന്റിഫൈയിങ് ഫീച്ചർ എഴുതാം. jointed legs ആണ് അവർക്കുള്ളത് എന്ന് എഴുതാം.
പിന്നെ അവരുടെ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു വാട്ട്? ഒരു ഹെഡ് ഉണ്ട്, തൊറാക്സ് ഉണ്ട്, അബ്ഡമൻ ഉണ്ട്. ഓക്കെ, ബോഡി ഡിവൈഡഡ് ഇൻടു ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. അതൊരു പോയിന്റ് ആയിട്ട് എഴുതാം. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒരു ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എഴുതാം. സിൽക്ക് വോമിന്റെ സയന്റിഫിക് നെയിം ആണ് ബോംബിക്സ്. ബോംബിക്സ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഈ സിൽക്ക് വോമിന്റെ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് അടുത്തത് എഴുതാം. ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്താ? പേരും തന്നെ ക്ലിയർ ആണ്, സിൽക്ക് പ്രൊഡക്ഷൻ ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ആ സിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? സിൽക്ക് പ്രൊഡക്ഷൻ ഓർ സിൽക്ക് കൾച്ചർ ഇസ് കോൾഡ് as what? സെറികൾച്ചർ, റൈറ്റ്? സെറികൾച്ചർ. അതും കൂടെ നിങ്ങൾക്ക് എഴുതി വെക്കാം. സെറികൾച്ചർ സിമ്പിൾ. ഓക്കെ, സിൽക്ക് വോം എന്ന് പറയുമ്പോൾ ആർത്രോപോഡയില വരുന്നതെന്ന് അറിയാം. Their body is divided into a head, thorax and abdomen. After that they are used for silk production, that is sericulture. That's all. Okay, simple. ഇനി അടുത്തതിലോട്ട് പോവാണ്. ഹണി ബി. ഹണി ബി സയന്റിഫിക് നെയിം ഇസ് എപ്പിസ് ഇൻഡിക്ക എന്നൊക്കെ പറയും. എപ്പിസ്. ഓക്കെ, ഈ പറയുന്ന ഹണി ബി എന്ന് പറയുന്നത് എന്തിൽ വരുന്ന? ആർത്രോപോഡയിൽ വരുന്നതാണ്. അപ്പൊ സെയിം പോയിന്റ് നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്ത്? their body is divided into head, thorax and abdomen. head, thorax and abdomen. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം they have excretory organ called as Malpighian tubules as excretory organs are there. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജോയിന്റഡ് ലെഗ്സ് ഉണ്ട്, എക്സ്ക്രീറ്ററി ഓർഗൻ, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്, വാട്ട് എവർ യു കംസ് ഇൻ ടു യുവർ മൈൻഡ്, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പോയിന്റ്സ് അങ്ങ് എഴുതി വെക്കുക. അലോങ് വിത്ത് ദാറ്റ് ഹണി ബി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ? ഹണി പ്രൊഡക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഇസ് വാട്ട്? ഹണി പ്രൊഡക്ഷൻ. ഓക്കെ, തേൻ ഉണ്ടാക്കുക, ഹണി പ്രൊഡക്ഷൻ ആണ് അതിന്റെ ഇക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ ഹണി പ്രൊഡക്ഷൻ ഇൻ എ ലാർജ് സ്കെയിൽ ഇസ് കോൾഡ് as what? ലാർജ് സ്കെയിൽ ആയിട്ട് ഹണി ഉണ്ടാക്കുന്ന ആ ഒരു കൾച്ചറിനെ പറയുന്ന പേരാണ് അപ്പികൾച്ചർ. APICULTURE, അപ്പികൾച്ചർ. ദാറ്റ് ഇസ് ലാർജ് സ്കെയിൽ ഹണി പ്രൊഡക്ഷൻ. ദാറ്റ്സ് ഓൾ. ഹണി ബീനെ കുറിച്ച് ഇത്ര മതി. ഹണി ബി എന്താന്നുള്ളത് നിങ്ങൾ കണ്ടു, ഐഡന്റിഫൈ ചെയ്തു. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്തു? ഈ പറയുന്ന പോയിന്റ്സ് അങ്ങ് എഴുതി വെച്ചു. ദാറ്റ്സ് ഓൾ. എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതി. ഇനി നെക്സ്റ്റ് വൺ, 8th one. ഹണി ബി കഴിഞ്ഞു വെച്ചാൽ അടുത്ത് നിങ്ങൾക്ക് ഉള്ളത് ഏതായിരുന്നു? പൈല. ഓർ നമ്മൾ കോമൺ ആയിട്ട് ആപ്പിൾ സ്നെയിൽ എന്ന് പറയും. ആപ്പിൾ സ്നെയിൽ. ഇതാണ് ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആപ്പിൾ സ്നെയിൽ, പൈല ഗ്ലോബോസ അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്ന് പറയും. നിങ്ങൾ സാധാരണ പാടത്തൊക്കെ കാണുന്ന ആപ്പിൾ സ്നെയിൽ. ഓക്കെ, പിക്ചർ കണ്ടല്ലോ എല്ലാവരും. ഓക്കെ, സോ പൈല ഓർ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്നത് മൊളുസ്കയിൽ വരുന്നതാണ്. ആൻഡ് their body is divided into what? their body is divided into 3 segments. എന്തൊക്കെയാ? ഒരു വിസറൽ ഹംപ് ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്, ഒരു വിസറൽ ഹംപ് is there and a muscular foot is there. ഒരു muscular foot ഉണ്ട്. സോ ആദ്യത്തെ പോയിന്റ് ആയേ. ഓക്കെ, ഹെഡ് ഉണ്ട്, ഒരു വിസറൽ ഹംപ് ഉണ്ട് ആൻഡ് ഒരു മസ്കുലാർ ഫൂട്ട് ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് ദേ ആർ ഹാവിങ് എ റാസ്പിംഗ് ഓർഗൻ കോൾഡ് as റാഡ്യൂല. റാഡ്യൂല എന്ന് പറയുന്ന ഒരു റാസ്പിംഗ് ഓർഗൻ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താ? ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രേ വരുന്നുണ്ടെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റാഡ്യൂല ഓർ റാസ്പിംഗ് ഓർഗൻ അവർക്കുള്ളത്. 2 പോയിന്റ് എഴുതിയാൽ മതി. One is their body is divided into head, visceral hump and muscular foot. Along with that you will write what? Radula is there, which is a rasping organ. Okay, ഒരു ഫൈല് പോലെ ഇരിക്കുന്ന ഒരു റാസ്പിംഗ് ഓർഗൻ ആണ്, which is used for ഫീഡിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. That's all. ഈ 2 പോയിന്റ് എഴുതി വെച്ചാൽ മതി പൈലയെ കുറിച്ച്. പൈല മീൻസ് വാട്ട്? ആപ്പിൾ സ്നെയിൽ. ഡയഗ്രാം കണ്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സ്റ്റാർ ഫിഷ്. അടുത്തത് സ്റ്റാർ ഫിഷ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ ക്രിസ്മസിനൊക്കെ സ്റ്റാർ തൂക്കിയിടുന്നതാണല്ലോ. സോ സ്റ്റാർ കണ്ടു വെച്ചാൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്റ്റാർ ഫിഷ് ഇരിക്കുന്നത്. സോ സ്റ്റാർ ഫിഷ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഫൈലം? എക്കൈനോഡെർമേറ്റ. എക്കൈനോഡെർമേറ്റയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഐഡന്റിഫൈയിങ് ഫീച്ചേഴ്സ് ഏതാ? One is what? Water vascular system. Water vascular system is used for its
ന്യൂട്രീഷൻ, അതുപോലെ തന്നെ വാട്ടർ വാസ്കുലർ സിസ്റ്റം വഴിയാണ് അവർക്ക് എക്സ്ക്രീഷൻ ഒക്കെ നടക്കുന്നത്. സോ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് ദെയർ ഫോർ ദം ആൻഡ് ദേ ഹാവ് ട്യൂബ് ഫീറ്റ് ഫോർ ലോക്കോമോഷൻ. Tube feet which is used for locomotion. Tube feet which is used for locomotion. ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി. സ്റ്റാർ ഫിഷ് കാണുക, ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റാർ ഫിഷ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. It is very easy to identify that they have water vascular system which is used for nutrition, excretion, etc. and tube feet is there for locomotion. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പോകുന്നത് കോർഡേറ്റ്സിലോട്ടാണ്. ഫൈലം കോർഡേറ്റ which possess what? നോട്ടോകോഡ്. അവർക്ക് നോട്ടോകോഡ് ഉണ്ട്. That's why they are included in the phylum Chordata. കോർഡേറ്റിൽ നിങ്ങൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാർക്ക് ആണ്. ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫൈങ് ഫീച്ചർ എഴുതണം. ഓക്കെ, ഷാർക്കില് യു നോ ദാറ്റ് they will be having a ventral mouth. Okay, അവരുടെ mouth is ventral. Mouth is ventral in position. Mouth അവരുടെ എങ്ങനെയായിരിക്കും? വെൻട്രൽ ആയിരിക്കും. സാധാരണ ഫിഷസ് എടുക്കുകയാണെങ്കിൽ യു നോ ദാറ്റ് അവർക്ക് ഒരു ടെർമിനൽ മൗത്ത് ആയിരിക്കും ഉണ്ടാവുക, റൈറ്റ്? ഷാർക്കിനൊക്കെ വെൻട്രൽ മൗത്ത് ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് യു മസ്റ്റ് നോട്ട്. ഓക്കെ, ആൻഡ് ഷാർക്ക് ഇസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് സബ് ക്ലാസ്? പിസസിലാണ് വരുന്നത്. ക്ലാസ് പിസസിലാണ്. അതിലെ സബ് ക്ലാസ് കോൺട്രിക്ടസിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് they are cartilaginous fishes. Cartilaginous fishes means അവരുടെ എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാർട്ടിലേജ് കൊണ്ടാണ്. ഓക്കെ, കാർട്ടിലേജിനിയസ് ആണ്. കാർട്ടിലേജിനിയസ് എൻഡോസ്കെലറ്റൻ. കാർട്ടിലേജിനിയസ് എൻഡോസ്കെലറ്റൻ. ഓക്കെ, പിന്നെ അവരുടെ ബോഡിയിൽ എന്തുണ്ടെന്നും കൂടെ ഇതാ പ്ലാക്കോയിഡ് സ്കെയിൽസ്. their body consists of placoid scales. So ഷാർക്കിൽ നിങ്ങൾ ഇത്ര പോയിന്റ്സ് ചെയ്തു. മൗത്ത് ഇസ് വെൻട്രൽ. ഷാർക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. their mouth is ventral in position. Cartilaginous endoskeleton. They have placoid scales. Placoid scales. Okay, അത്ര എഴുതിയാൽ മതി. Now we are moving on to the next. ഷാർക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഫ്രോഗിനെയാണ്. ഫ്രോഗിനെ ആര് കണ്ടാലും ഐഡന്റിഫൈ ചെയ്യുമല്ലോ. ആ ഐഡന്റിഫിക്കേഷൻ ആണ് അരമാർക്ക്. ഓക്കെ, സോ ഫ്രോഗ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഫ്രോഗിന്റെ ബോഡി, ഫ്രോഗ് എന്ന് പറയുന്നത് ആംഫിബിയയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ദേ ലീവ് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, രണ്ട് സ്ഥലത്തും. ഓക്കെ, വാട്ടർ ആൻഡ് ലാൻഡിലും ജീവിക്കാനായിട്ട് കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഫ്രോഗിനുണ്ട്. ദാറ്റ് യു നോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അവരുടെ സ്കിൻ ഇസ് വാട്ട്? മോയിസ്റ്റ് ആണ്. മോയിസ്റ്റ് സ്കിൻ ആണ്. അലോങ് വിത്ത് ദാറ്റ് എന്തില്ല? സ്മൂത്ത് സർഫസ് ആണ് വിത്തൗട്ട് എനി സ്കെയിൽസ്. സ്കെയിൽസ് ഇല്ല. ഓക്കെ, നോൺ സ്കെയിലി ആണ്. നോൺ സ്കെയിലി ആൻഡ് സ്മൂത്ത് സ്കിൻ. സ്മൂത്ത് സ്കിൻ. ഓക്കെ, അതൊരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. അലോങ് വിത്ത് ദാറ്റ് their body is divided into what? Head and trunk. അവരുടെ ബോഡി is divided into head and trunk. അവർക്ക് ഈ പിന്ന കാണില്ല. പിന്ന എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ചെവി കുടാന്നൊക്കെ പറയും, റൈറ്റ്? അവർക്ക് അങ്ങനെ പിന്ന കാണില്ല. പിന്നക്ക് പകരം ഇയർ ഇസ് റെപ്രസെന്റഡ് ബൈ ടിംപാനം. ഓക്കെ, ഇയർ ഇസ് റെപ്രസെന്റഡ് ബൈ ടിംപാനം. Ear is represented by tympanum. Okay, ഈ മൂന്ന് പോയിന്റ്സ് എഴുതിയാൽ മതി. സ്കിൻ ഇസ് നോൺ സ്കെയിലി, സ്മൂത്ത് ആൻഡ് മോയ്സ്റ്റ് സ്കിൻ ആണ്. അവർക്ക് അവരുടെ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക്. അലോങ് വിത്ത് ദാറ്റ് their ear is represented by tympanum. ഈ മൂന്ന് പോയിന്റ്സ് ആണ് ഫ്രോഗിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഈ ഒരു പോയിന്റ് എഴുതിയാൽ മതി ഔട്ട് ഓഫ് ദീസ് ത്രീ. ഓക്കെ, ഈ മൂന്ന് പോയിന്റ് ഒക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫ്രോഗ് ആയി. നെക്സ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ അനദർ തിങ്, ദാറ്റ് ഇസ് കലോട്ടസ്. കലോട്ടസ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? കലോട്ടസ് ഓന്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ കലോട്ടസ് ഐഡന്റിഫൈ ചെയ്യുക. കലോട്ടസ് ഏതിൽ വരുന്ന? റെപ്റ്റൈൽസിൽ വരുന്നതാണ്. സോ റെപ്റ്റൈൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? their body is having what? Scales ഉണ്ട് അവരുടെ ബോഡിയിൽ. ഓക്കെ, സോ സ്കെയിൽസ് പ്രസന്റ്. ഓക്കെ, കലോട്ടസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. എന്താ? ക്യാമോഫ്ലേജ്. അവർക്ക് നിറം മാറാനുള്ള കഴിവുണ്ട്, റൈറ്റ്? അക്കോർഡിംഗ് ടു ദ എക്കോസിസ്റ്റം അവർക്ക് ഈ പറയുന്ന പ്രിഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദേ ഹാവ് ദ എബിലിറ്റി ടു വാട്ട്? ക്യാമോഫ്ലേജ്. കളർ മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് as ക്യാമോഫ്ലേജ്. ഈ രണ്ട് പോയിന്റ്സ് എഴുതിയാൽ മതി. their body is covered with scales. Along with that they have the property or ability for camouflage. Next,
നെക്സ്റ്റ് കംസ് പീജിയൻ. ഓക്കെ, പീജിയൻ എല്ലാവർക്കും കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുള്ളതാണ്. പ്രാവ് നിങ്ങൾ കാണാത്തവരായിട്ട് ആരുമില്ലല്ലോ. പീജിയൻ കംസ് അണ്ടർ ഏവ്സ്. ഓക്കെ, ഏവ്സ് ബേർഡ്സിലാണ്, ഏവ്സിൽ വരുന്നതാണ്. ഏവ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദെയർ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെദേഴ്സ്. അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദെയർ ബോഡി ഈസ് സ്ട്രീം ലൈൻഡ്, അതായത് രണ്ടറ്റവും എങ്ങനെ ഇരിക്കും? കൂർത്തിരിക്കും. ഓക്കെ, ഷാർപ്പായിട്ടിരിക്കും. ആൻഡ് മിഡിൽ പോർഷൻ വിൽ ബി ബ്രോഡ്. സോ ദാറ്റ് അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് എസ് സ്ട്രീം ലൈൻഡ് അറേഞ്ച്മെന്റ്. സ്ട്രീം ലൈൻഡ് ബോഡി ആയിരിക്കും. അവരുടെ ബോൺ എങ്ങനെയായിരിക്കും? ന്യൂമാറ്റിക് ബോൺ ആയിരിക്കും. ദെയർ ബോൺ വിൽ ബി ന്യൂമാറ്റിക് ബോൺ. Pneumatic bone. Streamlined body, pneumatic bone. Okay. Pneumatic bone എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോൺ ആയിരിക്കും. എന്തുകൊണ്ട്? അവർക്ക് പറക്കുമ്പോൾ ആ വെയിറ്റ് ഫീൽ ചെയ്യാതിരിക്കാൻ ലൈറ്റ് വെയിറ്റ് ബോൺ ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് as pneumatic bone. Okay, pigeon ഐഡന്റിഫൈ ചെയ്യുക, ഈ രണ്ട് പോയിന്റ്സ് എഴുതി വെക്കുക. That's all. Their body is covered with feathers. എന്ത് വേണമെങ്കിലും എഴുതാം. And moving on to the next. പീജിയൻ കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് വേർട്ടിബ്രേറ്റ്സിൽ പഠിക്കാനുള്ളത് ഏതാണ്? റാബിറ്റ്. റാബിറ്റ് എന്ന് പറയുന്നത് മമേലിയയിൽ വരുന്നതാണ്. റൈറ്റ്, മമേലിയയിൽ വരുന്നതാണ്. സോ നിങ്ങൾക്ക് എഴുതാം മാമറി ഗ്ലാൻഡ്സ് പ്രസന്റ്. ദെയർ ബോഡി ഈസ് കവേർഡ് വിത്ത് സ്കിൻ ആൻഡ് ഇയർ ഈസ് റെപ്രസെന്റഡ് ബൈ വാട്ട്? പിന്ന. ഓക്കെ, അത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാലോ. അപ്പൊ പിന്ന ഇസ് പ്രസന്റ്. പിന്ന എന്ന് പറഞ്ഞാൽ ഈ ചെവി കുടയനെ പറയുന്ന പേരാണ് പിന്ന. സോ പിന്ന ഇസ് പ്രസന്റ്. പിന്നെ മാമൽസ് ആണ്. മാമൽസ് ആകുമ്പോൾ അവർക്ക് എന്തുണ്ട്? മാമറി ഗ്ലാൻഡ്സ് പ്രസന്റ്. മാമറി ഗ്ലാൻഡ്സ് പ്രസന്റ് എഴുതാം. ആൻഡ് അവരുടെ ബോഡിയിൽ എന്തുണ്ട്? റാബിറ്റിന്റെ ബോഡിയിൽ എന്തുണ്ട്? സ്കിൻ. Their body is covered with what? Their skin is covered with, their body is covered with hair. Okay, their body is covered with hair. Body is covered with hair. With hairs. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാലോ. പിന്ന പ്രസന്റ്, മാമറി ഗ്ലാൻഡ്സ് പ്രസന്റ് ആൻഡ് ദെയർ ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റാബിറ്റ്സിൽ എഴുതി വെക്കുക. റാബിറ്റ് കാണുകയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക, എഴുതുക. സിമ്പിൾ ആണ്. ഓരോ ഓർഗാനിസത്തിന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ രണ്ട് ഐഡന്റിഫൈങ് ഫീച്ചർ എങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഒന്നേ ചോദിക്കുന്നുള്ളൂ. നമ്മളുടെ ഒരു സേഫർ സൈഡ് പിടിക്കാനായിട്ട് രണ്ട് ഐഡന്റിഫൈങ് ഫീച്ചർ എഴുതി വെക്കുക. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുമില്ല, കാണാൻ ഐഡന്റിഫൈ ചെയ്യാനും അത്ര ബുദ്ധിമുട്ടില്ല. ഓക്കെ, സോ ഓൾ അബൌട്ട് ദിസ് ഇസ് ഓവർ. ഇനി നിങ്ങൾക്ക് കുറച്ച് ഓർഗൻസ് തരും. ആ ഓർഗൻസിന്റെ മോഡൽസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം ആൻഡ് നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് മോഡൽ വിൽ ബി ഹാർട്ട്. ഹാർട്ട് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഹാർട്ടിൽ എന്തുണ്ട്? 4 ചേംബേഴ്സ് ഉണ്ട്. ഓക്കെ, 4 ചേംബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ? സർക്കുലേഷൻ. ഓക്കെ, സർക്കുലേഷൻ എന്നുള്ളതാണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലഡിനെ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഹാർട്ടിന്റെ ഫംഗ്ഷൻ അതാണ്. ഓക്കെ, വി ആർ ഹാവിംഗ് എ 4 ചേംബേർഡ് ഹാർട്ട്. 4 ചേംബേർഡ് ഹാർട്ട് ആണ് നമുക്കുള്ളത്. വി ആർ ഹാവിംഗ് എ റൈറ്റ് ഓറിക്കിൾ, ലെഫ്റ്റ് ഓറിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് എ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതാണ് 4 ചേംബേഴ്സ്. ദിസ് ഇസ് വാട്ട്? ട്രൈകസ്പിഡ് വാൽവ്. This is bicuspid valve. ഇത്ര കാര്യങ്ങളൊന്നും എഴുതണ്ട. നിങ്ങൾ ഹാർട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. 4 ചേംബർ ഉണ്ടെന്നൊക്കെ വെറുതെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. 4 ചേംബേഴ്സ് ഏതാന്ന് എഴുതുക. 2 വാൽവിന്റെ പേര് അങ്ങ് എഴുതി വെക്കുക. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർക്കുലേഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ടിന്റെ ഫംഗ്ഷൻ. അത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അയോട്ടയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവന്നത്. ആൻഡ് പൾമണറി ആർട്ടറി ആണ് എന്ത് കൊണ്ടുവന്നത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലോട്ട് കൊണ്ടുവന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ അതും കൂടെ എഴുതിയാൽ ഫാർ ബെറ്റർ. ബട്ട് ഈ അരമാർക്കിന് ഇത്രയൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹാർട്ട്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഓർഗൻ. ഏതാ അടുത്ത ഓർഗൻ നിങ്ങൾക്ക് ഉള്ളത്? ഹാർട്ട് കഴിഞ്ഞാൽ യു ആർ ഹാവിംഗ് ബ്രെയിൻ. ഓക്കെ, ബ്രെയിൻ കണ്ടാൽ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഓർഗൻസ് എല്ലാവർക്കും കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബ്രെയിനിൽ യു ആർ ഹാവിംഗ് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് വാട്ട്? സെറിബ്രം ഉണ്ട്, തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. ഓക്കെ, ഫോർ ബ്രെയിനിൽ എന്തൊക്കെ ഉണ്ട്? സെറിബ്രം,
തലാമസ്, ഹൈപ്പോതലാമസ്, ഓരോന്നിനും ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, സെറിബ്രം ആണെങ്കിൽ നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, തലാമസ് ആണെങ്കിൽ കുറച്ച് ഹയർ ഇന്റലിജൻസ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തലാമസ്. അതേപോലെ തന്നെ നമ്മുടെ ഹൈപ്പോതലാമസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ, ഹങ്കർ അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏരിയാസ് ആണ് ഹൈപ്പോതലാമസിലുള്ളത്. പിന്നെ നമ്മുടെ മിഡ് ബ്രെയിൻ വരും. മിഡ് ബ്രെയിനിലാണെങ്കിൽ 4 ഇങ്ങനെ മുഴച്ചിരിക്കുന്ന പാർട്സ് കാണാൻ പറ്റും. ദോസ് ആർ കോൾഡ് as corpora quadrigemina. Along with that you can see an ഒരു കനാൽ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് സെറിബ്രൽ അക്യൂഡക്ട്, റൈറ്റ്? പിന്നെ ഒരു ഹൈൻഡ് ബ്രെയിൻ കാണാൻ പറ്റും. ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ഒരു സെറിബെല്ലം ഉണ്ട്, പോൺസ് ഉണ്ട്, ആൻഡ് യു ക്യാൻ സി മെഡുല്ല. ആ മെഡുല്ലയാണ് കണ്ടിന്യൂയിങ് ആസ് വാട്ട് സ്പൈനൽ കോഡ്. അത് മൊത്തം വരയ്ക്കാനും അതിന്റെ ഫംഗ്ഷൻസിനൊന്നും നിൽക്കുന്നില്ല, ഫംഗ്ഷൻസ് പറയാനൊന്നും നിൽക്കുന്നില്ല. ബ്രെയിൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ബ്രെയിനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഫംഗ്ഷൻസ് ഏതൊക്കെയാ? വോളണ്ടറി മൂവ്മെന്റ്സ് ആൻഡ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മെഡുല്ല എന്ന് പറഞ്ഞിട്ട് ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, കൺട്രോൾസ് ഇൻവോളണ്ടറി മൂവ്മെന്റ്, കൺട്രോൾസ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എഴുതാം. Okay, cerebrum controls voluntary movements. Cerebrum controls voluntary movements. Cerebrum ആണെങ്കിൽ നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യും. ഓക്കെ, കൺട്രോൾസ് എഴുതണേ. പിന്നെ നമ്മുടെ ഇന്റലിജൻസ്, മെമ്മറി അതും കൂടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതി വെച്ചോ. ഇന്റലിജൻസ്, മെമ്മറി അതിന്റെ ഒക്കെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആരാണ്? ബ്രെയിൻ ആണ്. ആൻഡ് ഈ ബ്രെയിനിൽ 2 സെറിബ്രം ഉണ്ടല്ലോ, ആ 2 സെറിബ്രം നമ്മൾ എന്ത് പറയും? സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് പറയും. ആ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു വൈറ്റ് ഫൈബ്രസ് ട്രാക്ട് ഉണ്ട് വിച്ച് കണക്ട്സ് വാട്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കെല്ലോസം. കോർപ്പസ് കെല്ലോസം അതും കൂടെ അങ്ങ് എഴുതി വെക്കുക. വിച്ച് കണക്ട്സ് ദ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഇതിലും കൂടുതലൊന്നും ബ്രെയിനിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, 1 മാർക്കിന് ഇത്രയൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, സോ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യുക, ഫങ്ഷൻസ് എഴുതാം. ദാറ്റ്സ് ഓൾ. We are moving on to the next organ. ഈ ഒരുപാട് പോയിന്റ്സ് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും എഴുതാൻ പറ്റണം ആ സമയത്ത്, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് we are moving on to kidney. കിഡ്നി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ് കിഡ്നി. ഓക്കെ, കിഡ്നി നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താ? കിഡ്നിയുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഈസിലി എഴുതാൻ പറ്റും. എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. കിഡ്നിയുടെ ഫംഗ്ഷൻ ഇസ് എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. നമ്മുടെ ബോഡിയിലെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് അയോൺസിന്റെയും ഫ്ലൂയിഡ്സിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അലോങ് വിത്ത് ദാറ്റ് എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. അതാണ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് കിഡ്നിയുടെ സ്ട്രക്ചറൽ യൂണിറ്റ്സ് എന്താ? നെഫ്രോൺ. ഓക്കെ, കിഡ്നിയിലെ സ്ട്രക്ചറൽ യൂണിറ്റ്സിന്റെ പേരാണ് നെഫ്രോൺ. ഓക്കെ, നെഫ്രോൺ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കാം. ദീസ് ആർ കിഡ്നീസ്. പിന്നെ യുറേറ്റർ കാണാൻ പറ്റും. യു ക്യാൻ സി എ യൂറിനറി ബ്ലാഡർ ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ എ യുറെത്ര. ഓക്കെ, ഇറ്റ് എൻഡ്സ് ഇൻ എ യുറെത്ര. ദിസ് ഇസ് ദ യൂറിനറി ബ്ലാഡർ. ഇതാണ് യൂറിനറി ബ്ലാഡർ. ഇതാണ് എന്ത്? യുറീറ്റർ. ദീസ് ആർ ദോസ് കിഡ്നീസ്. ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മതി കിഡ്നീസിനെ കുറിച്ച്. ഓക്കെ, 2 കിഡ്നി ഉണ്ട് ആൻഡ് ദ ട്യൂബ് അറൈസിംഗ് ഫ്രം ദാറ്റ് ഇസ് കോൾഡ് as ureter. പിന്നെ ഒരു യൂറിനറി ബ്ലാഡർ കാണാൻ പറ്റും. യൂറിൻ ഫ്ലോസ് ഔട്ട് ത്രൂ യുറെത്ര. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. അതിന്റെ സ്ട്രക്ചറൽ യൂണിറ്റിനെ വിളിക്കുന്ന പേര് നെഫ്രോൺ. ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ട്രക്ചർ, ദാറ്റ് ഇസ് ഇയർ. ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇയറിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്കെ, ഇയർ ആണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത്. ഇയർ ഇസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു 3. ഒരു എക്സ്റ്റേണൽ ഇയർ ഉണ്ട്, ഒരു മിഡിൽ ഇയർ ഉണ്ട്, ഒരു ഇന്നർ ഇയർ ഉണ്ട്, റൈറ്റ്? Our ear is divided into 3. ഒരു external ear, middle ear, inner ear. External ear എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്ന വരും and ഒരു auditory tube വരും, പിന്നെ tympanum വരും. Middle ear ലാണ് നമ്മുടെ malleus incus stapes വരുന്നത്, പിന്നെ ഒരു eustachian tube which connects to our pharynx അത് വരും. Inner ear ൽ വരുന്നതാണ് നമ്മുടെ semicircular canals, vestibule. Along with that you can see cochlea. ആ കോക്ലിയയിൽ വെച്ചിട്ടാണ് ഹിയറിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. കേൾവി എന്ന് പറയുന്ന പ്രോസസ് കോക്ലിയയിൽ വെച്ചാണ് നടക്കുന്നത്. So these are the parts of ear and the components of those parts. Okay, അത് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഇയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഹിയറിംഗ്. Along with that you know that നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യും?
ഇയർ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ കേട്ടോ. ബോഡി ബാലൻസും കൂടെ എഴുതണം, ഹിയറിംഗ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ബോഡി ബാലൻസ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഐസ്. ഐസ് എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു ഏരിയ ആണ് ഐസ് എന്ന് പറയുന്നത്. ഐസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം, വിഷൻ. വിഷൻ ആണ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി എന്നാണ് പറയുന്നത്. ഐസിന്റെ പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐസ് കൺസിസ്റ്റ് ഓഫ് ഒരു കോർണിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറന്റ് ഏരിയ ഉണ്ട്, സ്ക്ലീറ എന്ന് പറയുന്ന ഒരു ഔട്ടർ ഏരിയ കാണാൻ പറ്റും, പിന്നെ നടുവിൽ കൊറോയിഡ് എന്ന് പറയുന്ന ഒരു ലെയർ കാണാൻ പറ്റും. ഇന്നർ ലെയർ ഇസ് കോൾഡ് as റെറ്റിന. ഓക്കെ, റെറ്റിന എന്ന് പറയുന്ന ഒരു ലെയർ കാണാം, നടുവിലുള്ള ലെയർ ആണ് കൊറോയിഡ്. ബ്ലഡ് വെസൽ റിച്ച് ആയിട്ടുള്ള ലെയർ ആണ് അത്. സ്ക്ലീറ എന്ന് പറയുന്നത് കുറച്ച് ഫൈബ്രസ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് ഐറിസ് കാണാൻ പറ്റും. ഐറിസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് as pupil. സീലിയറി മസിലുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് കാണാൻ പറ്റും? നിങ്ങളുടെ ഐ ലെൻസ് കാണാൻ പറ്റും. ദിസ് ഇസ് കോൾഡ് as സീലിയറി മസിൽസ്. സീലിയറി മസിൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് യു ക്യാൻ സീ വാട്ട്? ലെൻസ് കാണാൻ പറ്റും, ഐ ലെൻസ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് as pupil. ഇവിടുത്തെ ആ ട്രാൻസ്പെറന്റ് റീജിയനെ പറയുന്ന പേരാണ് കോർണിയ. Cornea. This chamber is called as aqueous chamber. This chamber is called as vitreous chamber. Aqueous chamber consists of aqueous humor. Vitreous chamber consists of vitreous humor. ഈ പറഞ്ഞ പോയിന്റ്സിൽ ഏതെങ്കിലും ഒക്കെ ഓർമ്മയുള്ള പോയിന്റ്സ് അങ്ങ് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, വിഷൻ മാത്രം, ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന എന്ന് പറയുന്ന 3 ലെയേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സീലിയറി മസിലുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു ലെൻസ് ഉണ്ട്. പിന്നെ ഐറിസിന്റെ ഇടയിൽ ദ കളേർഡ് പോർഷൻ ഓഫ് ഐ ഇസ് കോൾഡ് as ഐറിസ്. ഐറിസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് as pupil. ആൻഡ് ഈ സ്ക്ലീറയുടെ ഒരു 2/3 ആയിരിക്കും സ്ക്ലീറ, ബാക്കിയുള്ള പോർഷൻ ട്രാൻസ്പെറന്റ് ആണ്, ദാറ്റ് ഇസ് കോൾഡ് as what? Cornea. Cornea. ഓക്കെ, പിന്നെ കൺജങ്ക്ടിവ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടെ ഉണ്ട് വിച്ച് പ്രൊവൈഡ്സ് മ്യൂക്കസ്, സെക്രീഷൻസ്, ടിയേഴ്സ് എക്സെട്ര. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഐസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഐസിൽ. ഓക്കെ, വിഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അത്ര കാര്യം എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ നമ്മുടെ ഓർഗൻസിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോയിന്റ്സ് ആണ്. ജോയിന്റ്സ് നിങ്ങൾക്ക് 3 ജോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് പിവറ്റ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ്, ആദ്യത്തെ ജോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പിവറ്റ് ജോയിന്റ് ആണ്. പിവറ്റ് ജോയിന്റ് ഇതൊക്കെ വരുന്നത് ഏതിലാ? സൈനോവിയൽ ജോയിന്റ്സ് ആണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് സൈനോവിയൽ ജോയിന്റ്സ് ആണ്. സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ്. ഫ്രീലി മൂവബിൾ ജോയിന്റിൽ നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പിവറ്റ് ജോയിന്റ്, നമ്മുടെ തലയിലുള്ള ജോയിന്റ്. ഓക്കെ, നമ്മുടെ 2 വേർട്ടിബ്രേ തമ്മിൽ, അറ്റ്ലസ് ആക്സിസ് എന്ന് പറയുന്ന 2 വേർട്ടിബ്രേ. ഓക്കെ, അറ്റ്ലസ് ആൻഡ് ആക്സിസ് എന്ന് പറയുന്ന വേർട്ടിബ്രേ തമ്മിലുള്ള ഈ പറയുന്ന ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ്. എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ആ റൊട്ടേറ്ററി മോഷനെ ഹെൽപ്പ് ചെയ്യുന്ന ജോയിന്റ് ആണ് പിവറ്റ് ജോയിന്റ്. സോ നിങ്ങൾക്ക് ഒരു സ്കള്ളിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. ആ സ്കള്ളിന്റെ പിക്ചറിൽ ഈ പറയുന്ന അറ്റ്ലസ് എന്ന് പറയുന്ന വേർട്ടിബ്രേ, ആക്സിസ് എന്ന് പറയുന്ന വേർട്ടിബ്രേ ആയിട്ടുള്ള ആ ഒരു ജോയിന്റ് ആണ് ഈ പിവറ്റ് ജോയിന്റ്, വിച്ച് ഹെൽപ്സ് ഇൻ റൊട്ടേറ്ററി മോഷൻ. റൊട്ടേറ്ററി മോഷൻ. സോ ആ പിവറ്റ് ജോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക. Along with that, നിങ്ങൾ അതിന്റെ ഫംഗ്ഷൻ എഴുതുക, റൊട്ടേറ്ററി മോഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ പിവറ്റ് ജോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങൾക്കുള്ളത് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ എവിടെയൊക്കെ ഉള്ളതാണ്? നമ്മുടെ ഈ കൈയിന്റെ എവിടെയും അതുപോലെ തന്നെ കാലിന്റെ എവിടെയൊക്കെ കാണുന്ന ഹിപ്പ് ജോയിന്റും അതുപോലെ തന്നെ നമ്മുടെ എൽബോ ജോയിന്റ് ഒക്കെയാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതിങ്ങനെ റൊട്ടേറ്ററി മോഷനെ ഹെൽപ്പ് ചെയ്യും, ഈ പറയുന്ന ടു ആൻഡ് ഫ്രോ മോഷൻസിനെ ഹെൽപ്പ് ചെയ്യും, സൈഡ് ടു സൈഡ് മോഷൻ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഓക്കെ, സോ ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും? യു ക്യാൻ സീ എൻ elbow joint as well as you can see in hip joint. Okay, നമ്മുടെ ഹിപ്സിന്റെ അവിടെയുള്ള ഈ ജോയിന്റിലും this is also a ball and socket joint. This is also a elbow joint, is also a ball and socket joint. അത് കുറെ കൂടെ മോഷൻസ് പ്രൊവൈഡ് ചെയ്യും. റൊട്ടേറ്ററി മോഷൻ, സൈഡ് ടു സൈഡ് മോഷൻ, അങ്ങനത്തെ എല്ലാ മോഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. പിക്ചർ കാണുക, അത് ബോൾ ആൻഡ് സോക്കറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈതർ കാലിന്റെ അവിടുത്തെ ജോയിന്റ് ആയിരിക്കും അല്ലെങ്കിൽ കൈന്റെ അവിടുത്തെ ജോയിന്റ് ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. സുഖമായിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ 2 ഫങ്ഷൻസ്, റൊട്ടേറ്ററി മോഷനോ അല്ലെങ്കിൽ എന്താ പറയാ സൈഡ് ടു സൈഡ് മോഷനോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഇനി ഫൈനലി ഒരു ജോയിന്റും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിഞ്ച്, നിങ്ങൾ ഡോറിന്റെ ഹിഞ്ച് ഒക്കെ കേട്ടിട്ടില്ലേ? ഡോറിന്റെ ഹിഞ്ച് തുറക്കുക അടയ്ക്കുക മോഷന് മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ആ ജോയിന്റ്, ദാറ്റ് ഈസ് കോൾഡ് as ഹിഞ്ച് ജോയിന്റ്.
ഹിഞ്ച് ജോയിന്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? തുറക്കുക അടയ്ക്കുക പോലത്തെ മോഷൻ. എവിടെയാ? ഇവിടെ കാണുന്ന ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ മോഷൻ. ഓക്കെ, നമ്മുടെ ഹ്യൂമറസും അതേപോലെ ആ റേഡിയസും അൾനയും, അതാണല്ലോ ഇവിടുത്തെ രണ്ട് എന്തുള്ളത്, ബോൺസ് ഉള്ളത്. സോ ആ റേഡിയസ് അൾനയും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമറസിന്റെയും ഇടയിലുള്ള ജോയിന്റ് ആണ് എന്ത്? ഹിഞ്ച് ജോയിന്റ്. അതേപോലെ നമ്മുടെ കാലിലെടുക്കുവാണെങ്കിലും അവിടെ എന്തുണ്ട്? നമ്മുടെ ഷാങ്ക് ബോൺസ് ഉണ്ട്. ഷാങ്ക് ബോൺസ് ഏതൊക്കെയാണ്? ഫിബിയ ടിബ്യൂല. ആ ഫിബിയ ടിബ്യൂലയും അതുപോലെ തന്നെ നമ്മുടെ ഫീമർ എന്ന് പറയുന്ന വലിയ തൈ ബോൺ ഇല്ലേ, തൈ ബോണും അതുപോലെ തന്നെ നമ്മുടെ ഫിബിയ ടിബ്യൂല എന്ന് പറയുന്ന നമ്മുടെ കാലിലെ രണ്ട് ബോണിന്റെയും ഇടയിലുള്ള ആ ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ഒന്നുമില്ല, ആ തുറക്കുക അടയ്ക്കുക എന്ന് പറയുന്ന ആ സിംഗിൾ പ്ലെയിൻ മോഷന് ഹെൽപ്പ് ചെയ്യുന്ന ജോയിന്റ് ആണ് hinge joint. Okay, a single plane motion is provided. That's all. Diagram കണ്ടല്ലോ, diagram കാണാ, അത് ഐഡന്റിഫൈ ചെയ്യുക, എവിടേക്കാ ഉള്ളത് എന്നുള്ളത് ഒരെണ്ണെങ്കിലും എഴുതി വെക്കുക. ആ ഹ്യൂമറസ്, റേഡിയസ് അൾന, ഹ്യൂമറസിന്റെയും റേഡിയസ് അൾനയുടെയും ഇടയിൽ കിടക്കുന്ന ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. അത്രയും കാര്യം എഴുതി വെച്ചാൽ മതി. സോ ജോയിന്റ്സ് കഴിഞ്ഞു. Now we are moving on to കോക്രോച്ചിന്റെ മൗത്ത് പാർട്സിലോട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് മൗത്ത് പാർട്സ് എന്ത് ചെയ്യുക? വരയ്ക്കുക, ലേബൽ ചെയ്യുക. ദാറ്റ്സ് ഓൾ. സോ ഞാൻ ഒരു സൈഡിലെ മൗത്ത് പാർട്സ് മാത്രമേ വരച്ചിട്ടുള്ളൂ. കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ആണ് ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. സോ കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് ആണ്. ആ മൗത്ത് പാർട്സ് ഏതൊക്കെയാ? ദിസ് ഇസ് ലേബ്രം, ദിസ് ഇസ് ലെബിയം, ദിസ് ഇസ് ലേബ്രം, ദിസ് ഇസ് ലേബിയം, ദിസ് ഇസ് മാൻഡിബിൾ, ദിസ് ഇസ് മാക്സില്ല. ഈ സൈഡിലും അതേ മൗത്ത് പാർട്സ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇസ് ഇവിടെയും മാൻഡിബിൾ ഉണ്ടാവും, ഇവിടെയും മാക്സില്ല ഉണ്ടാവും. ലേബ്രം, ലെബിയം, മാൻഡിബിൾ, മാക്സില്ല, ഇവിടെ ആയിട്ട് ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് as hypopharynx. Okay, these are the mouth parts of cockroach. ഇവിടെ ഒരു ലേബ്രം, ലെബിയം, ഹൈപ്പോഫാരിങ്സ്, മാൻഡിബിൾ, മാക്സില്ല. ഇവിടെയും അതേ മാൻഡിബിളും മാക്സിലയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് കോക്രോച്ചിന്റെ മൗത്ത് പാർട്സ് വരുന്നത് കേട്ടോ. മൗത്ത് പാർട്സ് വരയ്ക്കുക, ലേബൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വരുന്നത് ചില എക്സ്പെരിമെന്റ്സ് ആണ്. ഒന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ഉണ്ട്, ദെൻ സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഈ 3 എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്. ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ബെനഡിക്സ് റിയേജന്റ് ആണ്. ബെനഡിക്സ് റിയേജന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 ml ബെനഡിക്സ് റിയേജന്റ് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, 2 ml ബെനഡിക്സ് റിയേജന്റ് എടുക്കുക. അതിലോട്ട് തന്ന യൂറിൻ സാമ്പിൾ, യൂറിനിലെ ഗ്ലൂക്കോസാണ് നിങ്ങൾ നോക്കുന്നത്. പേഷ്യന്റ് ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ആ തന്ന യൂറിൻ സാമ്പിൾ 2 ml എടുക്കുക. 2 ml എടുത്തതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യും. ഓക്കെ, നന്നായി മിക്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. സ്പിരിറ്റ് ലാമ്പിന്റെ അടിയിൽ കൊണ്ടുപോയി ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ്. ഒരു ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. that indicates the presence of glucose. അതുണ്ടെങ്കിൽ it indicates the presence of glucose. നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട റിയേജന്റ് ഏതാ? ബെനഡിക്സ് റിയേജന്റ്. 2 ml ബെനഡിക്സ് റിയേജന്റ്, 2 ml യൂറിൻ മിക്സ് ചെയ്യുക, എന്നിട്ട് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്താൽ you will be getting a brick red precipitate which indicates the presence of glucose അല്ലെങ്കിൽ sugar in urine. അങ്ങനെയാണെങ്കിൽ that patient is diabetic. മനസ്സിലായല്ലോ? സോ അത്രയേ ഉള്ളൂ. നമ്മൾ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് കഴിഞ്ഞു. Now we are moving on to starch test. Okay, സ്റ്റാർച്ചിന് വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച്. ഓക്കെ, സ്റ്റാർച്ച് ടെസ്റ്റ്. സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുന്ന അറിയോ? ഗ്ലൂക്കോസിലോട്ട് അയോഡിൻ ആഡ് ചെയ്യും. ഓക്കെ, ഫ്യൂ ഡ്രോപ്സ് ഓഫ് അയോഡിൻ ആഡ് ചെയ്യും. ഗ്ലൂക്കോസ് കുറച്ചെടുത്തു. ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഒരു 5 ml എടുത്തു എന്ന് വിചാരിക്കുക. 5 ml നമ്മൾ കുറച്ച് അയോഡിൻ ഇട്ട് കൊടുക്കും. അയോഡിൻ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒരു ബ്ലൂ ബ്ലാക്ക് കളർ അപ്പിയർ ചെയ്യും. ഒരു ബ്ലൂ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ അപ്പിയർ ചെയ്യും. ഈ വയലറ്റ് കളർ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡിസപ്പിയർ ആൻഡ് ഇറ്റ് റീഅപ്പിയേഴ്സ് ഓൺ കൂളിംഗ്. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യും. ഈ ബ്ലൂ ബ്ലാക്ക് കളർ പോവും. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ കൂൾ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റീഅപ്പിയർ. That determines the presence of starch. Next is protein. Protein ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ബൈയൂററ്റ് റിയേജന്റ് ആണ് കേട്ടോ. ബൈയൂററ്റ് റിയേജന്റ്.
ബൈയൂററ്റ് റിയേജന്റ്. ബൈയൂററ്റ് റിയേജന്റ് ഒന്നുമില്ല, നമ്മൾ 5 ml ഓഫ് ആ പ്രോട്ടീൻ സൊല്യൂഷൻ എടുക്കും. ഓക്കെ, 5 ml ഓഫ് പ്രോട്ടീൻ സൊല്യൂഷനും പിന്നെ കുറച്ച് ബൈയൂററ്റ് റിയേജന്റും എടുക്കും. അതും കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ബൈയൂററ്റ് റിയേജന്റും ആഡ് ചെയ്താൽ മതി. ആ ബൈയൂററ്റ് റിയേജന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വയലറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഒരു വയലറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും which indicates the presence of protein. Okay, ബൈയൂറേറ്റ് റിയേജന്റ് ആഡ് ചെയ്തു, ആ തന്ന സൊല്യൂഷൻ ആഡ് ചെയ്തു, തന്ന സൊല്യൂഷൻ ആഡ് ചെയ്തതിനു ശേഷം ഇഫ് യു ആർ ഗെറ്റിംഗ് എ വയലറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ഇനി ഇതേ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാൻ തന്നെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നൈട്രിക് ആസിഡ് റിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നൈട്രിക് ആസിഡ് റിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു 2 to 5 ml നൈട്രിക് ആസിഡ് നിങ്ങൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ട്യൂബിൽ എടുക്കും. ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ എന്തെടുക്കും? HNO3. ഒരു 5 ml HNO3 എടുത്തു. 5 ml HNO3 എടുത്തിട്ട് നിങ്ങൾക്ക് തന്ന സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ, ടെസ്റ്റ് ചെയ്യാൻ തന്ന സൊല്യൂഷൻ, പ്രോട്ടീൻ ഉള്ള ആ സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യും? സൈഡ് കൂടെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒറ്റിച്ചു കൊടുക്കും. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു വൈറ്റ് റിംഗ് അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം. യു വിൽ ഒബ്സർവ് എ വൈറ്റ് റിംഗ് and that white ring indicates the presence of what? Protein. ഒരു വൈറ്റ് റിംഗ് പോലെ വരുവാണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? That indicates the presence of protein in the given sample. Okay, so പ്രോട്ടീന് ബൈയൂററ്റ് ടെസ്റ്റ് പഠിച്ചു, പിന്നെ HNO3 ആഡ് ചെയ്തിട്ട് സൈഡ് കൂടെ ആ സാമ്പിൾ ഒറ്റിച്ചു കൊടുക്കുമ്പോൾ വൈറ്റ് റിംഗ് ഫോം ചെയ്യുന്ന ടെസ്റ്റും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒരു സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റും കൂടെ ഉണ്ട് പ്രോട്ടീനിന്. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ ഏതാ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അറിയില്ല. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ആണ്. പ്രോട്ടീനിന് വേണ്ടി സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ഡ്രൈ ടെസ്റ്റ് ട്യൂബിലോട്ട് ഈ പറയുന്ന 2 ml സൾഫോസാലിസിലിക് ആസിഡ് എടുക്കും. 2 ml നമ്മൾ എന്തെടുക്കും? മറ്റേ പ്രോട്ടീൻ ഉള്ള സൊല്യൂഷൻ തന്നിട്ടുണ്ടല്ലോ, അതും കൂടെ എടുക്കും. ഈ രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ഓക്കെ, ഓക്കെ, ഈ പറയുന്ന സൾഫോസാലിസിലിക് ആസിഡ് 2 ml എടുക്കും, നമുക്ക് തന്ന ആ മിക്സ്ചർ. ഓക്കെ, നമുക്ക് തന്ന മിക്സ്ചറും നമ്മൾ 2 ml എടുക്കും. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ക്ലൗഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഒരു ക്ലൗഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ 3 ടെസ്റ്റ്. ബൈയൂററ്റ് ടെസ്റ്റ്, ബൈയൂററ്റ് ടെസ്റ്റിൽ ബൈയൂററ്റ് റിയേജന്റ് ആണ് ഉപയോഗിക്കുക. ബൈയൂററ്റ് റിയേജന്റ് ഉപയോഗിക്കും, ഒരു വയലറ്റ് കളർ കിട്ടും നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ HNO3, കോൺസെൻട്രേറ്റഡ് HNO3 സൈഡ് കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ തന്ന സാമ്പിൾ ഓഫ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, അവിടെ ഒരു റിംഗ് ഫോം ചെയ്യും, വൈറ്റ് റിംഗ് ഫോം ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്, അതിൽ നമ്മൾ എന്ത് ചെയ്യും? സൾഫോസാലിസിലിക് ആസിഡും ആ പ്രോട്ടീൻ ഉള്ള സാമ്പിളും കൂടെ നമ്മൾ ഈക്വൽ എമൗണ്ടിൽ എടുക്കും. 2 ml എടുത്തിട്ട് നമ്മൾ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൗഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുവാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീന്റെ ടെസ്റ്റ് പഠിച്ചു, സ്റ്റാർച്ചിന്റെ ടെസ്റ്റ് പഠിച്ചു, ഗ്ലൂക്കോസിന്റെ ബെനഡിക്സ് ടെസ്റ്റും പഠിച്ചു. സിമ്പിൾ അല്ലേ? ഈ 3 ടെസ്റ്റേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഈ 3 ടെസ്റ്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി നിങ്ങൾക്ക് വരുന്നത് 3 ഡിസീസസ് ആണ്. ഓക്കെ, 3 ഡിസീസസ്. 3 ഡിസീസസിൽ ആദ്യം നിങ്ങൾക്ക് എൻഡമീബ. ഓക്കെ, എൻഡമീബ അത് ഐഡന്റിഫൈ ചെയ്യുക. എൻഡമീബ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാ? എൻഡമീബയെ നിങ്ങൾക്ക് കാണാമല്ലോ. എൻഡമീബ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാ? അമീബിയാസിസ്. അമീബിയാസിസ് ആണ് ഡിസീസ് കോസ്ഡ് ബൈ എൻഡമീബ. അമീബിയാസിസിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അതേപോലെ സ്റ്റൊമക് പെയിൻ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും. ഇതൊക്കെ അമീബിയാസിസിന്റെ സിംറ്റംസ് ആണ്. സിംറ്റംസ് ഓഫ് അമീബിയാസിസും നിങ്ങൾ എഴുതി വെക്കും. ഓക്കെ, സോ കോൺസ്റ്റിപ്പേഷൻ, എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ എന്ത് എഴുതി വെക്കും? സ്റ്റൊമക് പെയിൻ എഴുതാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ ഒരു അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവും. ഓക്കെ, സ്റ്റൊമക്കിൽ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. അത്രയും സിംറ്റംസ് എഴുതി വെക്കുക. ഓക്കെ, അത്രയും സിംറ്റംസ് നിങ്ങൾ എഴുതി വെക്കുക. ദാറ്റ്സ് ഓൾ.
അമീബിയാസിസ്. അമീബിയാസിസ് is caused by entamoeba histolytica. പിന്നെ നിങ്ങൾ ഒരു രണ്ട് എന്ത് എഴുതി വെക്കുക, രണ്ട് സിംറ്റംസ് എഴുതി വെക്കുക, അമീബിയാസിസ് വന്നാൽ കാണുന്ന രണ്ട് സിംറ്റംസ്. Now we are moving on to the second one, ascariasis. Ascaris lumbricoides cause ചെയ്യുന്ന ഡിസീസ് ആണ്. Ascaris cause ചെയ്യുന്ന ഡിസീസ് ആണ് ascariasis. റൗണ്ട് വേം ഡിസീസ് എന്ന് വിളിക്കും. റൗണ്ട് വേം ഡിസീസ് ഓർ ascariasis. ascariasisലാണെങ്കിലും നിങ്ങൾക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും, ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറിയ ഉണ്ടാവും, അങ്ങനത്തെ പല പല എന്തുണ്ടാവും, അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട് ഉണ്ടാവും, വയറ്റിൽ ഒരു ഡിസ്കംഫേർട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സിംറ്റംസ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ. ഇന്റസ്റ്റൈനെ എഫക്ട് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇന്റേണൽ ബ്ലീഡിംഗ് ആയിരിക്കും. ഇന്റസ്റ്റൈനൽ പെർഫോറേഷൻസ് ഉണ്ടാവും. ഓക്കെ. ഇന്റസ്റ്റൈനിൽ ചെറിയ ചെറിയ ഓട്ടയൊക്കെ ഉണ്ടാക്കും. ഇന്റസ്റ്റൈനൽ പെർഫോറേഷൻ, ഇന്റസ്റ്റൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവും. ഓക്കെ. ഒരു അബ്ഡോമിനൽ ഡിസ്കംഫേർട്ട്, വയറ്റിൽ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിംറ്റംസ് ആയിട്ട് എഴുതി വെക്കാം. അതിനൊക്കെ അര മാർക്കേ ഉള്ളൂ. ഡിസീസ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാം. കോസേറ്റീവ് ഓർഗാനിസം ascaris ആണ്. ഡയഗ്രാം നല്ല സൂക്ഷിച്ചു നോക്കി വെക്കാം. ഓക്കെ. ascaris കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താ? പ്ലാസ്മോഡിയം. Plasmodium, you know Plasmodium causes what disease? Malaria. Plasmodium cause ചെയ്യുന്ന ഡിസീസ് ആണ് മലേറിയ. Plasmodium causes what disease? Malaria. മലേറിയയിലെ എന്താ കോമൺ സിംറ്റം? ഫീവർ. ഓക്കെ. ഫീവർ ഉണ്ടാവും, ചിൽസ് ഉണ്ടാവും, ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ കുറച്ച് സിംറ്റംസ് എഴുതി വെക്കാം. ഓക്കെ. മലേറിയയുടെ കോമൺ സിംറ്റംസ് ഫീവർ, ചിൽസ്, ബോഡി പെയിൻ എക്സെട്ര. ഓക്കെ. കോസേറ്റീവ് ഓർഗാനിസം ഏതാ? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൽ തന്നെ വൈവാക്സ് ഉണ്ട്, പ്ലാസ്മോഡിയം ഫാൽസിപാര ഉണ്ട്, പ്ലാസ്മോഡിയം ഒവേൽ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ഇത് എഴുതി വെക്കണമെങ്കിൽ അതൊക്കെ എഴുതി വെക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓൺലി ഹാഫ് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. സോ ഓർഗാനിസം ഏതാണ്, കോസേറ്റീവ് ഡിസീസ് ഏതാണ്, അതേപോലെ തന്നെ അതിന്റെ ഫ്യൂ സിംറ്റംസ്. സോ ഡിസീസസും അതുപോലെ തന്നെ കോസേറ്റീവ് ഓർഗാനിസം, സിംറ്റംസ്, ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് എഴുതാനുള്ളൂ. That's all about diseases. ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. Okay. And finally we are moving on to one more section is there. That is നിങ്ങളുടെ എന്താണ്, നിങ്ങൾ ഫസ്റ്റ് പഠിച്ച റീപ്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലേ? റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ 3 ഡയഗ്രാംസും കൂടെയാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. അതിൽ ആദ്യം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് ടെസ്റ്റിസ്. ഓക്കെ. ടെസ്റ്റിസ് ഐഡന്റിഫൈ ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഡയഗ്രാം കാണാലോ. ഓക്കെ. അതിൽ നിങ്ങൾക്ക് കുറെ എന്ത് കാണാൻ പറ്റും? സ്പെർമാറ്റോഗോണിയ കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ പഠിച്ചുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. കുറെ സ്പെർമാറ്റോഗോണിയ കാണാൻ പറ്റും, സ്പെർമാറ്റോസൈറ്റ് കാണാൻ പറ്റും. പിന്നെ കുറെ നറിഷിംഗ് സെൽസ്, ഇങ്ങനെ വലിയ കുറെ നറിഷിംഗ് സെൽസ് ഉണ്ട്. ദോസ് സെൽസ് ആർ കോൾഡ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് കാണാൻ പറ്റും. സ്പെർമാറ്റോഗോണിയ കാണാൻ പറ്റും. ഓക്കെ. സ്പെർമാറ്റോഗോണിയ കാണാൻ പറ്റും. ആൻഡ് പിന്നെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന സെല്ല് കാണാൻ പറ്റും. ആൻഡ് ഡെവലപ്പിംഗ് സ്പേംസ് കാണാൻ പറ്റും. ഡെവലപ്പിംഗ് സ്പേംസ്, ഇങ്ങനെ സെർട്ടോളി സെല്ലിൽ എംബഡ് ചെയ്ത് കിടക്കുന്ന ഡെവലപ്പിംഗ് സ്പെർമാറ്റോസോവ അഥവാ ഡെവലപ്പിംഗ് സ്പേംസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റിസിന്റെ വെച്ചിട്ടുണ്ടാവുക. അതിൽ നിങ്ങൾക്ക് മെയിൽ ജേം സെൽ ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയ, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ് എന്ന് പറയുന്ന ഡെവലപ്പിംഗ് സ്റ്റേജസ്, സെർട്ടോളി സെൽസ് എന്ന് പറയുന്ന നറിഷിംഗ് സെൽസ് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഡെവലപ്പിംഗ് സ്പേംസ് കാണാൻ പറ്റും, സ്പെർമാറ്റോസോവ. ഓക്കെ. സോ ടെസ്റ്റിസ് അത്രയേ ഉള്ളൂ. ടെസ്റ്റിസ്. ഓക്കെ. ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. അതേപോലെ തന്നെ ടെസ്റ്റിസ് പ്രൊഡ്യൂസസ് വാട്ട്? മെയിൽ സെക്കൻഡറി സെക്ഷൽ ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയും ഒരു അറിവ് അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് കണ്ടിട്ട് എന്ത് പോയിന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ദാറ്റ്സ് ഓൾ. നൗ വി വിൽ ബി ഹാവിംഗ് ഓവറി ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഐഡന്റിഫൈങ് സ്പെസിമെൻ ഉണ്ടാവുക ആ റീപ്രൊഡക്ഷൻ യൂണിറ്റിലെ. ഓവറിയിലാവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. പിന്നെ ഇവിടെ
കുറെ ബ്ലഡ് വെസൽസ് ഉണ്ടാവും. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷറി ഫോളിക്കിൾ, വലിയൊരു ഗ്രാഫിയൻ ഫോളിക്കിൾ, അതിങ്ങനെ ഓവ്യുലേറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഓവറി ആയിരിക്കും അടുത്തത്. പ്രൈമറി ഫോളിക്കിൾ ഞാൻ മുഴുവനായിട്ട് വരയ്ക്കുന്നില്ല, ഇങ്ങനെ കുറെ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷറി ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളിന് ആര് റിലീസ്ഡ് ആവും? Secondary oocyte will be released from this Graafian follicle. Secondary oocyte will be released from Graafian follicle. So idana Graafian follicle. Graafian follicle. So ഒരു ovary എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോമ ഉണ്ടാവും, ഒരു മെഡുല്ല ഉണ്ടാവും. മെഡുല്ലയില് ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബ്ലഡ് വെസൽസ് കാണാൻ പറ്റും. പിന്നെ ഓവറിയില് ഈ പറയുന്ന ഓവത്തിന്റെ അതുപോലെ തന്നെ ഫോളിക്കിൾസിന് പല ഡെവലപ്പിംഗ് സ്റ്റേജ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന പല ഡെവലപ്പിംഗ് സ്റ്റേജും അതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓവത്തിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓവത്തിന്റെ പല ഡെവലപ്പിംഗ് സ്റ്റേജ്. ഓക്കെ, പ്രൈമറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെ യു ക്യാൻ സെക്കൻഡറി യൂസൈറ്റിനെയാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ കുറെ പോളാർ ബോഡീസ് ഒക്കെ ഫോം ചെയ്യുന്നൊക്കെ അറിയാലോ. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓവറിയിൽ കാണാൻ പറ്റുക. മെയിൻ ആയിട്ട് ഫോളിക്കിൾസിന്റെ കാര്യം ഓർത്ത് വെക്കാം. ഓവറിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താ? Production of secondary oocyte. Secondary oocyte ne produce ചെയ്യും, which is the primary sex organ in females, and ovary produces the hormone estrogen എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും. റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഓക്കെ, ഡെലിവറിയുടെ സമയത്ത് റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് എന്തിനു സഹായിക്കുന്നത്? ഫീറ്റസിനെ പുറത്തോട്ട് തള്ളാനായിട്ട് സഹായിക്കുന്നത്. അത് ആ യൂട്രസിന്റെ മസിൽസിനൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഫീറ്റസിന് പുറത്തു വരാനായിട്ട് എളുപ്പമാവും. സോ റിലാക്സ് എന്ന് പറയുന്ന ഹോർമോണും ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും വാസ്റ്റ് നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 2 പോയിന്റ്സ് എങ്കിലും മിനിമം ഓവറിയെ കുറിച്ച് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ പ്രാക്ടിക്കൽസിൽ അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഈ ഒരു കാര്യം കൂടി ഇത് കണ്ടുവച്ചാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം ഓവറി ആണെന്നുള്ളത്. ആൻഡ് ഫൈനലി യു വിൽ ബി ഹാവിംഗ് വൺ മോർ ഡയഗ്രാം, ദാറ്റ് ഈസ് ഓഫ് വാട്ട്? ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിൽ ഒരു എക്സ്റ്റേണൽ ലെയർ ഉണ്ട്. ഒരു എക്സ്റ്റേണൽ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ദ എക്സ്റ്റേണൽ ലെയർ വിച്ച് ഇസ് കോൾഡ് as what? എല്ലാത്തിലും ന്യൂക്ലിയസ് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് as ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ലെയർ കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ ഒരു ഇന്നർ സെൽ മാസും കാണാൻ പറ്റും. ഒരു ഇന്നർ സെൽ മാസും കാണാൻ പറ്റും. ദിസ് ഇസ് ദ ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ്. ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സെവറൽ ലെയേഴ്സ് ഫോം ചെയ്യുക. എംനിയോൺ, കൊറിയോൺ, എല്ലൻടോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറെ ലെയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ആ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയേഴ്സ് ഫോം ചെയ്യുന്ന ആരാ? ട്രോഫോബ്ലാസ്റ്റ്. ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ് കൊറിയോണിക് വില്ലയൊക്കെ വന്നിട്ട് നമ്മുടെ യൂട്രസിലോട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, മദറിന്റെ യൂട്രസിലോട്ട് ഈ കൊറിയോണിക് വില്ലൈ അങ്ങ് പെനിട്രേറ്റ് ചെയ്യും. ഓക്കെ, പെനിട്രേറ്റ് ചെയ്തതിന് ശേഷം അത് എന്ത് ഫോം ചെയ്യും? പ്ലാസെന്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യും. സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സുവോളജി പ്രാക്ടിക്കൽസിന് പറയാനുള്ളത്. നമ്മളുടെ ഫൈലം ഡിസ്കഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓർഗൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ചില എക്സ്പെരിമെന്റ്സ് പറഞ്ഞു. അതേപോലെ തന്നെ വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് എന്താണ് ടെസ്റ്റിസ്, ഓവറി, അതുപോലെ തന്നെ ബ്ലാസ്റ്റോസിസ്റ്റ്, അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് കുറച്ച് ഡിസീസസ് ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽസിനുള്ളത്. അതൊക്കെ നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കുക, ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ സുഖമായിട്ട് സുവോളജിയിൽ ഫുൾ മാർക്സ് അടിക്കാവുന്നതേ ഉള്ളൂ. സോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ച് നല്ല വൃത്തിയായിട്ട് എക്സാം എഴുതുക, തിരിച്ചു വരാം. ആൻഡ് ബി സേഫ് ആൻഡ് ബി അറ്റ് ഹോം. എക്സാമിന് മുന്നേ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ പുറത്തിറങ്ങാനൊന്നും നിൽക്കരുത്. സോ അത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. സോ താങ്ക് യു ഓൾ.